കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടർ ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഡൗൺ സിൻഡ്രോം അവസ്ഥയെ അതിജയിച്ച് ഇന്ത്യയിൽ ആദ്യമായി കീബോർഡിൽ ദേശീയഗാനം ആലപിച്ച് ഉയരങ്ങൾ കീഴടക്കിയ അദ്വികയെ സൗഹൃദവേദി തിരൂർ ആദരിച്ചു. തിരൂർ തുഞ്ചൻ പറമ്പിൽ നടന്ന സമ്മേളനത്തിൽ സൗഹൃദവേദി പ്രസിഡന്റ് KP റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് K. കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന പ്രതിഭകളെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും കുടുംബത്തിന് മാത്രമല്ല സാമൂഹ്യ കൂട്ടായ്മകൾക്കും നാട്ടുകാർക്കും വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് ദിലീപ് K. കൈനിക്കര ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അദ്വികയുടെ നേട്ടങ്ങൾ ആരംഭിക്കുകയാണിപ്പോൾ. ഇനിയും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുക തന്നെ ചെയ്യും. ഇതിനായി നമുക്ക് കാത്തിരിക്കാമെന്ന് സബ് കളക്ടർ പറഞ്ഞു. ആദ്യമേ തന്നെ പ്രിയപ്പെട്ട അദ്വികയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ കലാകാരന്മാരെ കലാകാരികളെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ടൊക്കെ സംസാരിക്കാൻ നമ്മുടെ മുഖ്യാതിഥിക്ക് ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇവിടെയുണ്ട്. ആ രീതിയിൽ വളർന്നു വരുന്ന ഒരു കലാകാരി എന്നുള്ള നിലയിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്ര മനോഹരമായ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ഉപയോഗിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും ഇനിയും ഉയരങ്ങളിൽ തിരൂരിന്റെ അഭിമാനമായിട്ട് നമ്മുടെ നാടിന്റെയും കുട്ടിയുടെ മാതാപിതാക്കളുടെയും ഒക്കെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയുടെ അഭിമാനമായിട്ട് മുന്നോട്ട് പോകുവാൻ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ രീതിയിൽ അദ്വികയുടെ ആ ഒരു വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഗുരുഭൂതനുണ്ട്. ചമ്രവട്ടം സ്കൂളിലാണല്ലേ? ചമ്രവട്ടം UP സ്കൂളില് സ്കൂളിൽ തീർച്ചയായിട്ടും അല്ലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രത്യേക ശ്രദ്ധ നൽകി അവരെ വളർത്തിയെടുക്കുന്ന അവർക്ക് സപ്പോർട്ട് നൽകുന്ന ഒട്ടനവധി അധ്യാപകരുണ്ട്. അവരുടെ ഒക്കെ കൂട്ടായ്മ, കുട്ടികളുടെ ഫാമിലിയിലെ അംഗങ്ങൾ എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു എഫേർട്ടിന്റെ ഫലമായിട്ടാണ് ഇത്ര നല്ലൊരു വിജയത്തിലേക്ക് അല്ലെ അന്തർദേശീയ തലത്തിൽ തന്നെ തന്റെ വ്യക്തിത്വത്തിൽ പതിപ്പിക്കുന്ന രീതിയിൽ അദ്വികയ്ക്ക് വളർന്നു വരാൻ സാധിച്ചത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ മറ്റു കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമായിട്ട് മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തുഞ്ചപ്പറമ്പൊക്കെ വലിയ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. തുഞ്ചപ്പറമ്പന്റെ ഓർമ്മകളുള്ള ബഹുമാനപ്പെട്ട MT വാസുദേവനാരെ പോലെയുള്ള അനേകം കലാകാരന്മാരെ നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു ഭൂമികയാണ് നമ്മുടേത്. സോ ആ ഒരു സാംസ്കാരിക പൈതൃകം ഉൾക്കൊണ്ടുകൊണ്ട് കലാമേഖലയിൽ വിവിധ സാംസ്കാരിക മേഖലകളിൽ എഴുത്തില്, വായനയില്, കലയില്, സ്പോർട്സിൽ എല്ലാ മേഖലകളിലും കൃത്യമായിട്ട് വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ വലിയ ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും എന്നുള്ളതിന്റെ ഒരു ദൃഷ്ടാന്തമായിട്ട് ഒരു പ്രതിഫലനമായിട്ട് കൂടി നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു തിരൂർ മുഖ്യപ്രഭാഷണം നടത്തി. ദൈവദൂതൻ എന്ന് പറഞ്ഞാൽ ഇവരാണ്. അദ്വികയെ പോലെ ഉള്ള അതൊരു പ്രയാസമൊന്നുമായിട്ട് നമ്മൾ കാണണ്ട. എന്നാലും നമുക്കറിയാം അതൊരു പ്രയാസമാണ്. അതുപോലെയുള്ള മക്കളെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് സാധാരണ അച്ഛനോ അമ്മയ്ക്കോ ഉപ്പയ്ക്കോ ഉമ്മയ്ക്കോ ഉണ്ടാവുന്ന ഒരു കുടുംബത്തിലെ പ്രയാസത്തേക്കാൾ കുറച്ചധികമാണെന്ന് നമുക്കൊക്കെ അറിയാം. അതൊരു സത്യമാണ്. അപ്പോൾ അദ്വികമോള് ഇന്ന് കഴിവ് തെളിയിച്ചിട്ടുള്ളതും ഇവിടെ അവാർഡുകളിൽ പ്രശംസ ഏറ്റുവാങ്ങുന്നതും കീബോർഡിൽ മോള് ദേശീയഗാനം വായിച്ചു എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത്, ഞാൻ അധികം വാക്കുകളൊന്നും പറയുന്നില്ല, ഏറ്റവും സന്തോഷത്തോടെ പറയാനുള്ളത് സംഗീതം മരുന്നാവുകയാണ്. സംഗീതം മെഡിസിനാണ്. മ്യൂസിക് ഈസ് മെഡിസിൻ. മ്യൂസിക് ഈസ് മെഡിസിൻ എന്ന് ഞാനൊക്കെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് എവിടൊക്കെ പ്രസംഗിക്കാൻ മൈക്കുകൾ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ ഉച്ചത്തിൽ ശക്തമായി പറയുന്ന ഒരു കാര്യമാണ്. സൗഹൃദവേദി തിരൂർ മുഖ്യരക്ഷാധികാരി കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി, സെക്രട്ടറി KK റസാഖ് ഹാജി, വൈസ് പ്രസിഡന്റ് സമീർ കളത്തിങ്ങൽ, അദ്വികയുടെ പരിശീലകനായ നിർഷാദ് നിനി, ഷാനിബ കച്ചേരി പടിക്കൽ, തിരൂർ ചേംബർ സെക്രട്ടറി PP അബ്ദുറഹിമാൻ, ഡോക്ടർ APA റഹ്മാൻ, ഡോക്ടർ മഞ്ജുഷ വർമ്മ, ശില്പി ഷിബു വെട്ടം, പാട്ടത്തിൽ ഇബ്രാഹിം കുട്ടി, ഡോക്ടർ രാജേഷ്, പ്രദീപ് പയ്യോളി, സതീദേവി, റിഫ ഷെലീസ്, മുനീർ കുറുമ്പടി, ഉമ്മർ ചിറക്കൽ, P ജയലക്ഷ്മി, PA റഷീദ്, സബ്ക ഷാഫി, KC അബ്ദുള്ള, വാസൻ K നായർ, ഷംസു കുന്നത്ത്, K ഹമീദ്, ഫസലു പാറയിൽ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ മുഷ്ഫിറ കൂടാത്ത്, TP മുഹമ്മദ് നജീം എന്നിവരെയും ആദരിച്ചു. വെട്ടം ന്യൂസ് തിരൂർ.
കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.